അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി കേട്ടിട്ടില്ലേ? റൂഹുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആത്മാവ് എന്ന ഇരട്ടപ്പേരുള്ള ഈസാ നബി അലൈഹിസ്സലാം, മറിയമിൻ്റെ മകൻ ഈസ എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് നിരവധി ഖുർആൻ വചനങ്ങളിലെല്ലാം തന്നെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജന്മം തന്നെ വലിയ അത്ഭുതമായിരുന്നു. സാധാരണ ഓരോരുത്തരും ഭൂമിയിൽ ജനിക്കുന്നത് ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മകനായിക്കൊണ്ടാണ്. അതേസമയം ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നത് മറിയം ബീവിയെ അള്ളാഹു പറഞ്ഞയച്ച ജിബ്രീൽ അലൈഹിസ്സലാം ഊതിയത് കൊണ്ടാണ്. അങ്ങനെ മറിയം ഗർഭിണിയായി ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കുന്നു. സക്കരിയ നബിയുടെ സംരക്ഷണത്തിലായിരുന്നു മറിയം ബീവി ജീവിച്ചിരുന്നത്. അവരുടെ മാതാവ് അവരെ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ദുആ ചെയ്തു, പടച്ചവനെ, എൻ്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ നിൻ്റെ പള്ളിയിൽ ഖാദിമാക്കുന്നതിന് നേർച്ചയാക്കി എന്ന് ദുആ ചെയ്തിരുന്നു. പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ അവർ മറിയം ബീവിയുടെ സംരക്ഷണം അക്കാലത്തെ അവരുടെ നേതാവും പണ്ഡിതനും ഖാദിയൊക്കെയായ സക്കരിയ നബി അലൈഹിസ്സലാം ഏറ്റെടുക്കുകയാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ റബ്ബിൽ നിന്ന് വരുന്ന ദൂതനാണ് നിനക്കൊരു കുട്ടിയെ സമ്മാനിക്കുന്നതിന് വേണ്ടിയെന്ന്. അപ്പം മറിയം ബീവി ചോദിച്ചു, എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകും? കാരണം ഞാൻ ഒരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് നിൻ്റെ റബ്ബിൻ്റെ കൽപ്പനയാണ്. അവന് ഒരു കുട്ടി ഉണ്ടാകണമെങ്കിൽ ഒരു പുരുഷനുമായി സമ്പർക്കം ഉണ്ടാകണം എന്നൊന്നും നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മറിയം ഗർഭിണിയായി അവർ പ്രസവിച്ചപ്പോൾ നാട്ടുകാരൊക്കെ വന്നുകൊണ്ട് മറിയം ബീവിയോട് ചോദിച്ചു, യാ മറിയമു അന്നാലക്കി ഹാദാ, മറിയമേ, ഇതെന്താ സംഭവിച്ചത്? നിൻ്റെ ഉപ്പ ഇങ്ങനത്തെ മനുഷ്യനായിരുന്നില്ലല്ലോ, നിൻ്റെ ഉമ്മ ഒരു നല്ല മനുഷ്യത്തിയായിരുന്നല്ലോ, നീ എന്തുകൊണ്ടിങ്ങനെ പേച്ചു പോയി എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവർ ആ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഇവർ കുട്ടീൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കുട്ടി പറയാൻ തുടങ്ങി, ഇന്നി അബ്ദുള്ള,
ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. എനിക്ക് ഞാൻ ജനിച്ച ദിവസവും അതുപോലെ തന്നെ മരിക്കുന്ന ദിവസവും പുനരുദ്ധാന ദിവസവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്ന് ആ കുട്ടി തന്നെ അവരോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ദാലിക ഈസബിന് മറിയം, അതാണ് മറിയമിൻ്റെ മകൻ ഈസ. അപ്പോൾ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച കുട്ടി, അങ്ങനെ ആ കുട്ടി വലുതാകുന്നു, നബിയാവുന്നു, റസൂലാവുന്നു. എന്നിട്ട് അദ്ദേഹം ചെയ്തത് രോഗികളെ, അതായത് കുഷ്ഠരോഗവും പാണ്ടും പോലെയുള്ള ഭ്രാന്ത് പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച ആളുകളെ അദ്ദേഹം ഭേദമാക്കി കൊടുത്തു. അങ്ങനെ ജീവിച്ചു വരവേ നിരവധിയായ സംഭവങ്ങൾ, മറ്റ് പ്രവാചകന്മാരെ പോലെ ഒരുപാട് കാലമൊന്നും ജീവിച്ചിരുന്നില്ല. വളരെ കുറച്ച് 33 എന്നും 40 എന്നൊക്കെ പല റിവായത്തുകളിലും പലതായിട്ടാണ് പറയപ്പെടുന്നത് ഈസാ നബിയുടെ വയസ്സിനെ പറ്റി. എന്തായാലും ഈ ഈസാ നബിയുടെ ഒരു സംഭവമാണ് നമ്മുടെ ഈ കഥയ്ക്ക് അടിസ്ഥാനമായി വരുന്നത്. അള്ളാഹുവിൻ്റെ കുദ്റത്തുകൾ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈസാ നബി അലൈഹിസ്സലാം ഇടയ്ക്കിടെ നീണ്ട യാത്ര പോകുമായിരുന്നു. പലപ്പോഴും മാസങ്ങളോളം നീളുന്ന യാത്രയായിരുന്നു അദ്ദേഹം നടത്തി വന്നിരുന്നത്. ഇങ്ങനെ ഒരു ദിവസം അദ്ദേഹം യാത്ര പോവുകയാണ്. യാത്ര പോകുന്ന വഴിക്ക് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ആ നാട്ടുകാരൻ ഈസാ നബിയോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ദൂരയാത്ര പോവുകയാണ്. അപ്പം ഇദ്ദേഹം ചോദിച്ചു, ഞാനും കൂടെ വന്നോട്ടെ? ആ വന്നോളൂ, കുഴപ്പമില്ല, സമ്മതിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി യാത്ര പോവുകയാണ്. ഏകദേശം നടന്ന് ഒരു ഉച്ച സമയമായപ്പോൾ രണ്ടുപേർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഈസാ നബി കൂടെയുള്ള ആളോട് ചോദിച്ചു, നീ ഭക്ഷണം വല്ലതും കഴിച്ചോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്കും നല്ലതായി വിശക്കുന്നുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചല്ലേ ഉള്ളൂ, പിന്നെ നിങ്ങളെ കൂടെ അല്ലേ ഉണ്ടായിരുന്നത്, പിന്നെ എവിടെയാണ് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയത്? എൻ്റെ കയ്യിൽ ഭക്ഷണം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഭക്ഷണമൊന്നും എടുത്തില്ല, ഞാൻ പെട്ടെന്ന് യാത്രയുടെ കാര്യം നിങ്ങളെ കണ്ടപ്പോൾ തീരുമാനിച്ചതാണല്ലോ. അപ്പോൾ ഈസാ നബി പറഞ്ഞു, എന്നാൽ പിന്നെ എൻ്റെ കയ്യിലുള്ള ഭക്ഷണം നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അങ്ങനെ ഞാൻ പോയിട്ട് മുഖം കഴുകി നിസ്കരിച്ചിട്ടൊക്കെ വരാം എന്നും പറഞ്ഞ് ഈസാ നബി പുഴയിലെ വെള്ളത്തിലേക്ക് പോയി ഭക്ഷണപ്പൊതി ഇയാളെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇയാൾ അതൊന്ന് മെല്ലെ തുറന്നു നോക്കിയപ്പോൾ അതിൽ 3 റൊട്ടിയാണ് ഉള്ളത്. അപ്പോൾ ഇയാൾ ചിന്തിച്ചു, ഏതായാലും ഈസാ നബി ഇപ്പോൾ മുഖം കഴുകിയിട്ട് വരും, നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഇതിലാകെ 3 റൊട്ടിയാണുള്ളത്. 2 റൊട്ടി ഒരു പക്ഷേ അദ്ദേഹം എടുത്തിട്ട് 1 റൊട്ടി എനിക്ക് തരുമായിരിക്കും. അത് കഴിച്ചാൽ എനിക്കൊന്നും ആവില്ല, നന്നായി വിശക്കുന്നുണ്ട്. ഇപ്പം എന്താ ചെയ്യുക? ഇയാൾ ചിന്തിച്ചു, 1 റൊട്ടി ഞാനങ്ങ് എടുത്ത് തിന്നാലോ. അപ്പോൾ ഇയാൾ എന്നെ ചിന്തിച്ചു, ഒരു പക്ഷേ പിടിച്ചു പോയിട്ടുണ്ടാകെ, മോശമല്ലേ, റൊട്ടി കള്ളന് എന്നുള്ള പേര് ദോഷം വരൂലേ, വേണ്ട. പിന്നെ അയാൾ ആലോചിച്ചു, ഒരു 3 റൊട്ടീൻ്റെ കാര്യം ഇത്രയും വലിയ പ്രവാചകനൊക്കെ ഓർമ്മിച്ചുകൊണ്ട് നടക്കുമോ? മൂപ്പര് എണ്ണീറ്റൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ കുറേ ആലോചിച്ച് അയാൾ 1 റൊട്ടി എടുത്തിട്ട് അയാളങ്ങ് തിന്നു. ബാക്കി ഭക്ഷണം അങ്ങനെ തന്നെ പൊതിഞ്ഞ് വെച്ചു. ഈസാ നബി അലൈഹിസ്സലാം തിരികെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നമ്മുടെ ഭക്ഷണപ്പൊതി. ഇയാളെ ഭക്ഷണപ്പൊതി എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പം ഈസാ നബി ആ ഭക്ഷണപ്പൊതി തുറന്നു നോക്കുമ്പോൾ അതിലൊരു റൊട്ടി കുറവാണെന്ന് ഈസാ നബിക്ക് ബോധ്യമായി. ഇയാളോട് ചോദിച്ചു, ഇതിൽ 3 റൊട്ടി ഉണ്ടായിരുന്നല്ലോ, 1 റൊട്ടി എവിടെ? ഇയാൾ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല, ഞാനറിയില്ലല്ലോ. നീ തിന്നോന്ന് ചോദിച്ചു. ഞാൻ തിന്നിട്ടില്ല. അപ്പോൾ ഈസാ നബി പറഞ്ഞു, നീ തിന്നിട്ടില്ല, സത്യമായിട്ട് അള്ളാനെ കൊണ്ട് സത്യം വെച്ചേ, നീ തിന്നിട്ടില്ല. പടച്ച റബ്ബാണ് സത്യം, ഞാൻ തിന്നിട്ടില്ല.
ഇത്ര ലളിതമായിട്ടാണ് അയാൾ പറയുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈസാ നബി മനസ്സുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുത്തു, ഇവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും, എന്നിട്ടേ അടങ്ങുള്ളൂ എന്നൊരു മനസ്സിലൊരു പ്രതിജ്ഞ ചെയ്ത ശേഷം ഈസാ നബി പറഞ്ഞു, ശരി, ഇപ്പോൾ എനിക്ക് തെറ്റിയതായിരിക്കും ഒരു പക്ഷേ, എന്നാ ഒരു റൊട്ടി നീ കഴിച്ചോ എന്ന് പറഞ്ഞു ഒരു റൊട്ടി അയാൾക്ക് കൊടുത്തു, ഒരു റൊട്ടി ഈസാ നബിയും കഴിച്ചു. അങ്ങനെ എന്ത് ചെയ്ത് ഇവർ പിന്നെയും യാത്ര തുടർന്നു. യാത്ര തുടർന്നപ്പോൾ ഒരു പുഴയുടെ കരയിലെത്തി. വലിയ പുഴയാണ്. അപ്പോൾ ഇവർക്ക് അക്കരെ കടക്കാൻ തോണിയും ചെങ്ങാടൊന്നും കാണുന്നില്ല. ആ സമയത്ത് അവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു. ഈസാ നബി ആ മരത്തിന്, പുഴേൻ്റെ അക്കരെയാണ് മരം നിൽക്കുന്നത്. ഈസാ നബി ആ മരത്തിന് ഇങ്ങോട്ട് മാടി വിളിച്ചു, നീ വാന്ന് പറഞ്ഞു. ആ മരം വേരോടെ പിഴുത് മനുഷ്യന്മാർ നടക്കുന്ന പോലെ നടന്ന് വന്ന് ഇവരുടെ അടുത്ത് നിന്നു. അപ്പോൾ ഈസാ നബി ഇയാളോട് പറഞ്ഞു, നമുക്ക് അക്കരെ കടക്കാനില്ലാന്ന്, നീ ഈ മരത്തിൻ്റെ കൊമ്പിൽ കയറിക്കോ എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഓരോ കൊമ്പത്ത് കയറിയിരുന്നു. മരം അവരെയും കൊണ്ട് നടന്ന് അക്കരെ പോയി. ഇവർ രണ്ടുപേരും അവിടെ ഇറങ്ങി. ഇറങ്ങിയ ശേഷം ഈസാ നബി ഇയാളോട് ചോദിച്ചു, നിനക്ക് അള്ളാഹുവിൻ്റെ കഴിവെന്താണെന്ന് മനസ്സിലായോ? ഓ, മനസ്സിലായി, ഇത് വലിയ അത്ഭുതമാണല്ലോ. നമ്മൾ പുഴേൻ്റെ അക്കരയുള്ള മരം നമ്മളെ അടുത്തേക്ക് വരുന്നു, നമ്മൾ കയറ്റി അക്കരക്ക് കൊണ്ടുപോകുന്നു, അവിടെ വേരുറക്കുന്നു. ഇതിലും വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈസാ നബി പറഞ്ഞു, ഇതെനിക്ക് അള്ളാഹു തന്ന വലിയൊരു കഴിവാണ്. ആ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞ് സത്യം പറയുമെന്ന് ചോദിച്ചു. ഓ, തീർച്ചയായിട്ടും ഞാൻ സത്യമേ പറയുള്ളൂ. എന്നാ പറ, ആരാ നമ്മുടെ ആ റൊട്ടി എടുത്തേ? ഇയാൾ പറഞ്ഞു, ഞാനെടുത്തിട്ടില്ല, പടച്ചോനാണ് സത്യം. നിങ്ങളെന്താ റൊട്ടീൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ അന്നേരേ പറഞ്ഞിട്ടില്ലേ ഞാൻ എടുത്തിട്ടില്ല എന്ന്. ശരി, എന്നാൽ പോകാം എന്ന് പറഞ്ഞു. പിന്നെയും ഇവർ യാത്ര പോയി. ഒരു കുറച്ച് കാടും അരുവികളൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തി. വൈകുന്നേരമായി. അപ്പോൾ അവിടെ ഇങ്ങനെ വലിയൊരു മാൻകൂട്ടം മേഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈസാ നബി ഇയാളോട് ചോദിച്ചു, എനിക്ക് വിശക്കുന്നുണ്ടോ? ആ, ഒരു റൊട്ടിയല്ലേ കഴിച്ചിട്ടുള്ളൂ, പിന്നെ വിശക്കാതിരിക്കുമോ? ആ, എന്നാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. അതിനെന്താ സാധനമുള്ള കയ്യിൽ? ഒന്നുമില്ല. അപ്പോൾ ഈസാ നബി ഒരു മാനിനെ കൈമാടി വിളിച്ചു. ആ മാന് ഓടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ഇദ്ദേഹം കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് മാനെ ഇങ്ങോട്ട് അറുത്തു. അറുത്ത ശേഷം അവിടെ കുറച്ച് തീ കൂട്ടി ഈ മാൻ്റെ കുറകല്ലെടുത്ത് വെച്ച് ചുട്ടു. ഇയാളോട് പറഞ്ഞു, എനിക്ക് വേണ്ടത്ര എടുത്ത് കഴിച്ചോളാൻ. ഇയാൾക്ക് ഭയങ്കര അത്ഭുതമായി. ഒരു മാനെ കൈമാടി വിളിക്കുമ്പോഴത്തേക്ക് അത് വരികയാണ്. അപ്പോൾ അതിൻ്റെ തീ കത്തിച്ച് ചുട്ടു. ഇവർ രണ്ടുപേരും വയറ് നിറച്ച് ഇറച്ചിയെടുത്ത് കഴിച്ചു. കഴിച്ച ഉടനെ ഈസാ നബി അതിൻ്റെ മുള്ളെല്ലാം കൂട്ടി എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞു. ആ മാന് തട്ടിക്കൊടഞ്ഞ് എഴുന്നേറ്റ് ഒരൊറ്റ ഓടൽ. ഇത് കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു, ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. അപ്പോൾ ഇയാളോട് ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എനിക്കിത് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അത്ഭുതം, നിങ്ങൾ സംഭവമാണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈസാ നബി പറഞ്ഞു, ഇതെനിക്ക് അള്ളാഹു തന്ന കഴിവാണെന്ന് എനിക്കറിയോ? ആ, മനസ്സിലായി. എന്നാൽ ആ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നമ്മുടെ ആ റൊട്ടി ആരാ എടുത്തത്? ഇയാൾ പറഞ്ഞു, ഇത്തിരിയൊക്കെ ആയിട്ട് നിങ്ങളെ റൊട്ടീൻ്റെ കാര്യം മറന്നിട്ടില്ലേ? ഞാൻ എടുത്തിട്ടില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടില്ലേ? എനിക്കെന്ത്, ഞാൻ എടുത്തെന്ന് പറഞ്ഞാൽ പോരെ? പടച്ചോനാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ല. ഓ, നീ എടുത്തിട്ടില്ല അല്ലേ, നമുക്ക് പോകാം. പിന്നെയും യാത്ര തുടരുകയാണ്. രണ്ടുപേരും ഒരു മരുഭൂമിയിലെത്തി. അവിടെ നോക്കുമ്പോൾ കാറ്റടിച്ചിട്ട് മണലുകളിങ്ങനെ മല പോലെ കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു മണലിൻ്റെ കൂട്ടത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഈസാ നബി അവിടെ ചെറിയൊരു ചുള്ളിക്കമ്പെടുത്തിട്ട് ആ കൈ പിടിച്ച ശേഷം ഈ മണൽ കൂമ്പാരത്തിൻ്റെ മുകളിൽ ഒന്ന് തടവിയ സമയത്ത് ഇത് മൊത്തം സ്വർണ്ണമായി മാറി. തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങളായി. കയ്യിലുള്ള കമ്പ് കൊണ്ട് ഈസാ നബി 3 വര വരച്ചു. 2 വര.
2 വര വരച്ചപ്പോൾ ഇത് 3 ഭാഗമായിട്ട് മാറി. അപ്പോൾ ഇയാളോട് ഈസാ നബി പറഞ്ഞു, നമുക്ക് ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട്. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇതെന്തിന് 3 വര ഇട്ടേ? അപ്പം പറഞ്ഞു, ഇത് ഓതി എനിക്കുള്ളതാണ്, 1 നിനിക്കും. അപ്പം ഇയാൾ ചോദിച്ചു, മറ്റേതോ? അതേ, നമ്മൾ ആ റൊട്ടിയില്ലേ, ആ റൊട്ടി എടുത്ത് ഇയാൾക്കില്ല. അപ്പം ഇയാൾ പറഞ്ഞു, ആ റൊട്ടി എടുത്ത് ഇയാൾക്ക് നിങ്ങൾ കൊടുക്കുമോ? തീർച്ചയായിട്ടും കൊടുക്കും. അപ്പം ഇയാൾ പറഞ്ഞു, എന്നാൽ ഞാനൊരു കാര്യം പറയാം, ആ റൊട്ടി എടുത്തത് ഞാനാണ്. അപ്പോൾ ഈ സ്വർണ്ണം എനിക്ക് കിട്ടുമോ? ഓ, തീർച്ചയായിട്ടും കിട്ടും. ഞാനേ, ഈ സ്വർണ്ണമൊന്നും എനിക്ക് വേണ്ട, ഇത് നിന്നെക്കൊണ്ട് നിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഏതായാലും സ്വർണം മൊത്തം നീ എടുത്തോ, നിൻ്റെ വയറ് നിറയട്ടെ എന്നും പറഞ്ഞു ഈസാ നബി യാത്ര തുടർന്നു. ഈ മനുഷ്യൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുതിരപ്പുറത്ത് 2 കള്ളന്മാർ വരുന്നു. അവർ നോക്കുമ്പോൾ എന്താ കാണുന്നത്? വലിയൊരു നിധിയുടെ കൂമ്പാരം. അതിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ അന്തം വിട്ട് തരിച്ച് നിൽക്കുന്നു. ഇവരോടി വന്നു, അവിടെ ഇറങ്ങി 2 ആളും വാള് വരിച്ചു ഊരി ഇയാളെ കൊല്ലാൻ നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞു, എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞങ്ങൾ ഈ സ്വർണം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, അതിനെന്ത് നിങ്ങൾ എന്നെ കൊള്ളയടിക്കുന്നത്? നമുക്കിത് 3 ആൾക്ക് 3 വീതാക്കിയാൽ പോരെ? ഇതാ 3 വീതം ഇപ്പം തന്നെ റെഡിയാക്കി വെച്ചിന്, ഇത് മൊത്തം എൻ്റെയാണ്, നിങ്ങളും കൂടി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഓടിയാക്കിയത്. അത് കേട്ടപ്പോൾ ഈ കള്ളന്മാർ വിചാരിച്ചു, ആയിക്കോട്ടെ, എന്നാൽ പിന്നെ കൊല്ലണ്ട. അപ്പം നമുക്കിത് കൊണ്ടുപോകണമല്ലോ, നാട്ടിലേക്ക് കൊണ്ടുപോകണമല്ലോ, അതിന് ചാക്കും സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ വല്ലാതെ വിശക്കുന്നുണ്ട്, ഭക്ഷണം സംഘടിപ്പിക്കണം എന്ന് ഇവർ ചർച്ച ചെയ്യുക. ചർച്ച ചെയ്യുമ്പോൾ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഞാൻ അങ്ങാടി പോയിട്ട് ഭക്ഷണവും ചാക്കും സംഘടിപ്പിച്ചുകൊണ്ട് വരാം, ഇങ്ങളിവിടെ കാവൽ നിൽക്കുകയെന്ന് പറഞ്ഞു. ഇവർ 2 ആളും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചാക്കും ഭക്ഷണവും സംഘടിപ്പിക്കാൻ പോകുന്ന വഴിക്ക് ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഞാൻ ഭക്ഷണം വാങ്ങി വരുമ്പോൾ ആ ഭക്ഷണത്തിൽ വിഷം ചേർക്കുക, എന്നിട്ട് ഇവർക്ക് കൊടുക്കുക. അപ്പോൾ ഇവരത് കഴിക്കുമ്പോൾ ഇവർ ചത്തുപോകും, അപ്പോൾ ഈ സ്വർണം മൊത്തം എനിക്ക് കിട്ടും എന്ന് അയാൾ മനസ്സിലാലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച് ചാക്കും ഭക്ഷണമൊക്കെ സംഘടിപ്പിച്ച് വരാനുള്ള പരിപാടി തുടങ്ങി. അതേ സമയത്ത് തന്നെ ഇവിടെ ഇരിക്കുന്ന 2 പേരും കൂടിയിട്ടൊരു പദ്ധതി ഇട്ടു, നമുക്കൊരു കാര്യം ചെയ്യണം, ഓൻ വന്നിട്ട് ചാക്കും ഭക്ഷണം എത്തിച്ച പാടിനും അവനെ അങ്ങ് കൊന്നേക്കാം, എന്നാൽ നമുക്ക് 2 ആൾക്ക് ഓരി ചെയ്യാലോ എന്ന് ഇവരും പരിപാടി ഇട്ട് വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ചാക്കും അതുപോലെ തന്നെ ഭക്ഷണമായിട്ട് ഇവരുടെ അടുത്തെത്തി. എത്തിയ പാടിന് ഇവർ ആസൂത്രണം ചെയ്ത പ്രകാരം ഇവരയാളെ വെട്ടിക്കൊന്നു. അപ്പം പിന്നെ അയാൾ കൊണ്ടുവന്ന ഭക്ഷണം എടുത്തിട്ട് 2 പേരും കഴിച്ചു. കഴിച്ചപ്പോൾ അവർ 2 പേരും മരിച്ചു. ഈ ചാക്കും സ്വർണവും 3 പേരുടെ മൃതദേഹവും അവിടെ ബാക്കിയായി. ഈസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരുന്ന സമയത്ത് ഈ കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഊഹിച്ചെടുത്തു. അങ്ങനെ ഈ സ്വർണ്ണമലയുടെ അല്ലെങ്കിൽ സ്വർണ്ണ കൂമ്പാരത്തിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി കൈകൊണ്ട് തടവി, അതോടെ ഇത് മണൽ കൂമ്പാരമായി മാറി. അദ്ദേഹം ചിന്തിച്ചു, ഒരതിമോഹത്തിന് ഒരാൾ കൊടുക്കേണ്ടി വന്ന വില 3 ശവവും ഒരു നിധി കൂമ്പാരവും. അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈസാ അലൈഹിസ്സലാം തിരിച്ച് നടന്നു. അതിമോഹം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പരാജയമുണ്ടാക്കുമെന്നും അള്ളാഹുവിനെ കൊണ്ടുള്ള സത്യം ചെയ്യലിനാൽ അവൻ വാങ്ങിക്കൂട്ടുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് ഈ കഥ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അള്ളാഹു ജീവിതം നല്ല രീതിയിലാക്കി തീർക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.